കാലമായി. എന്റെ മകനെ, നീ എവിടെ പോയി? പ്രിയപ്പെട്ടവരെ, ഊസിയ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം വചനം ഇപ്രകാരം പഠിപ്പിക്കുന്നു: നീ ജനിച്ച ചോരയിൽ കുളിച്ചു കിടന്നപ്പോൾ നിന്നെ സ്തുതി ചെയ്ത് മാറോട് അണച്ചതും നിന്നെ നടക്കാൻ പഠിപ്പിച്ചതും കുനികുന്നവർക്ക് ഭക്ഷണം നൽകിയതും ഞാനാണ്. ആ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം എത്രയോ അവർണ്ണീയം. സ്നേഹിക്കാതെ സ്നേഹത്തിന് വേണ്ടി തേടുന്നു എന്നാൽ സ്നേഹിക്കുന്ന സ്നേഹത്തെ നാം അറിയുന്നില്ല. അടുക്കത്തെ ഹൃദയത്തിൽ നിന്ന് വേണ്ടി നാം തേടുന്നു എന്നാൽ അടുത്തിരിക്കുന്ന ഹൃദയത്തെ നാം അറിയുന്നില്ല. സെന്റ് ജോസഫ് മേട്ടുപാളയം SMYM അവതരിപ്പിക്കുന്ന ദൈവസ്നേഹം. എന്നാലും നിനക്ക് ജീവിച്ചാൽ പോലെ ഇനിയിപ്പോ അടിച്ചു പൊളിച്ച് ജീവിക്കണ്ടേ? മാറ്റി ഇപ്പൊ പുതിയതായിട്ട് എല്ലാ കാര്യം iPhone 15 മാക്സിലേക്ക് ജീവിക്കേണ്ടത്. ഇക്കാലത്ത് ഒരു ഗേൾഫ്രണ്ട് ഇല്ലാണ്ട് ആരാണ് നിനക്ക് ഇത്രയും പൈസ ഒരു പെണ്ണിന് നിൽക്കില്ല. ഇത്രയും പൈസ ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, 10 ഓരോ പെണ്ണ് അങ്ങനെ ലൈനിൽ നിൽക്കും. നിനക്ക് സ്വർലോകം എന്താണെന്നറിയാമോ? ഒരു ടാബ്ലറ്റ് വെച്ചോ. സ്വർലോകം എന്താണെന്ന് നിനക്ക് അറിയാമോ? ഇവിടെ നീ ജീപ്പിൽ പോയി പോയാൽ അപ്പോഴത്തെ നീ സ്വർലോകം എന്താണെന്ന്. പക്ഷേ ഇനി കുറച്ചും കൂടെ നിനക്ക് പൈസ വേണം. അപ്പോഴെടുത്ത് പോയി ഇനിയും പൈസ ചോദിക്കും, നിന്റെ ഷാരി ചോദിക്കും. അപ്പോഴേ നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാൻ പറ്റും. കാസ് പണം ഫുഡ് മണി കാസ് പണം ഫുഡ് മണി. Yes, I will do it. I need more money. ഇപ്പൊ തന്നെ അപ്പനെ അടുത്ത് പോ. ഷാർസ് എത്രയും പെട്ടെന്ന് ചോദിക്കാം. എനിക്ക് നിങ്ങളെപ്പോലുള്ള ജീവിതം മടുത്തു.
ഞാൻ പോകുന്നു ഇവിടെ വിട്ട്. മോനെ, നിനക്ക് എന്താ പ്രശ്നം? എന്താ പറ്റിയേ? ഇവിടെ വല്ല പ്രശ്നമുണ്ടോ? നീ ഇതൊക്കെ ദൈവത്തിനോട് ആലോചിച്ചിട്ടാണോ ചെയ്യുന്നത്? ഇനി എനിക്ക് ആലോചിക്കാൻ ഒന്നുമില്ല. എത്രയും പെട്ടെന്ന് എന്റെ ശ്വാസം എനിക്ക് ഇവിടെ വേണം. വേഗം ആക്കിയാടി, സമയം പോവാ. എടാ മത്തായി, ഇവിടെ വാ. മോനെ, നിനക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഈ അച്ഛനെ തിരിച്ചു വരണമെന്ന് തോന്നിയാൽ അപ്പൊ തന്നെ നീ തിരിച്ചു വരണം. നിനക്ക് വേണ്ടി ഈ പപ്പ സ്നേഹത്തോടെ കാത്തിരിക്കും. എടാ മോനെ, പൈസ കിട്ടില്ല. ആ വേഗം വാ. ആ ഞാൻ ഭാര്യ മുന്നിൽ തന്നെ കാണും. ആ ഓക്കെ ഓക്കെ. ആ ഹലോ സിബി, നീ എവിടെയാണോ? അവിടെ പൈസ കിട്ടില്ല. മൊത്തം നല്ലതാ. ആ ആ ഞാൻ ഭാര്യ മുന്നിൽ തന്നെ കാണും. വേഗം കേട്ടോ. ആ ഓക്കെ ഓക്കെ. എടാ ജെഫ്രീനെ, നീ എവിടെയാ? അത് ശരി, ഭാര്യനുള്ളിലുണ്ടാ? അതപ്പോ ആ ഓക്കെ ഓക്കെ. എടാ സിബി, എന്താ കിട്ടിയാ? കിട്ടി മോനെ.
സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും വേണം. എന്തെന്നാൽ നിന്റെ ഈ സഹോദരൻ മൃതനായിരുന്നു, ഇപ്പോൾ ജീവിക്കുന്നു. നഷ്ടപ്പെട്ടിരുന്നു, നമുക്ക് വീട് കിട്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ലോകം സുഖം നേടി നമ്മളും ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ നമ്മെ കാത്തിരിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അത് നമുക്ക് തിരിച്ചു അറിയാൻ, തിരിച്ചു നടക്കാൻ കരുണയോടെ കുമ്പസാരക്കൂട്ടിലേക്ക് തമ്പുരാന്റെ കരത്തോട് നമ്മുടെ കരം ചേർത്ത് വെച്ച് നമുക്ക് ദൈവസ്നേഹത്തിൽ ആയിരുന്ന സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കാം. താങ്ക് യു.